പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ദേശീയ അവാർഡ് കിട്ടിയത്, തനിക്ക് സഹനടിക്കുള്ള ദേശീയ അവാർഡ് നൽകിയത് എന്തു മാനദണ്ഡത്തിലെന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നടിയായ ഉർവശി ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല അതോടൊപ്പം അവർ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആടുജീവിതത്തെ ഒഴിവാക്കിയത്, അതിന് ചില കാര്യങ്ങളില്ലേ എന്നും അവർ ചോദിച്ചിരിക്കുന്നു. എന്നാൽ അവിടെ മറ്റൊരു കാര്യം കൂടി ഉർവശി മറന്നുപോയിരിക്കുന്നു. 2018 എന്ന സിനിമയെ കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കമ്മിറ്റി എന്തുകൊണ്ടാണ് അവഗണിച്ചത്, എന്തുകൊണ്ട് അത് ഉർവശി പറയുന്നില്ല. എന്തായാലും നമുക്ക് ഈ ഉർവശിയുടെ പിന്നിൽ ചില കുത്തിത്തിരിപ്പുകാരുണ്ട് എന്നത് വ്യക്തമാണ്. അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. നിങ്ങൾ തുടരുക. ഉർവശി എന്ന ചലച്ചിത്ര നടി നമുക്ക് വളരെ പ്രിയപ്പെട്ട നടി തന്നെയാണ്. അവരുടെ അഭിനയം, സത്യം, ഉള്ളൊഴുക്ക് എന്ന സിനിമ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഒരു സംസ്ഥാന ദേശീയ അവാർഡ് ലഭിക്കണേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ആളാണ്. കാരണം അത്ര മനോഹരമായിട്ടാണ്, അത്ര ഉള്ളിൽ തട്ടി തന്നെയാണ് ആ ഉള്ളൊഴുക്ക് എന്ന സിനിമയിൽ ഈ ഉർവശി അഭിനയിച്ചിരിക്കുന്നത്. ഈ ഉള്ളൊഴുക്ക് എന്ന സിനിമ മാത്രമല്ല, മറ്റു പല സിനിമകളിലും, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പല സിനിമകളിലും ഒരു മോട്ടോർ കിണറിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതും അതുമായി ബന്ധപ്പെട്ട് കോടതിയുമായിട്ട് കയറി ഇറങ്ങുന്നതുമായ ഒരു സിനിമ ഉണ്ടായിരുന്നു. വളരെ ശ്രദ്ധിക്കപ്പെട്ട, എന്നാൽ വലുതായിട്ട് ഓടാത്ത സിനിമയാണ്. നല്ല മൂല്യമുള്ള സിനിമയായിരുന്നു. അതിലും ഉർവശി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് പറയുന്നില്ല. അങ്ങനെ ഉർവശി അവരുടെ കഥാപാത്രത്തെ മനോഹരമായി അവതരിപ്പിക്കാൻ വളരെ കഴിവുള്ള ഒരു നടി തന്നെയാണ്. ഉള്ളൊഴുക്കിൽ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ മനോഹരമായിട്ടാണ് സംവിധായകൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് വെള്ളത്തിൽ നിന്ന് മണിക്കൂറുകളോളം വെള്ളത്തിൽ നിന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു റിസ്ക് തന്നെയാണ്. ഈ പ്രായത്തിലും അതവർ ചെയ്തിരിക്കുന്നു എന്നാണ് അതിനെ സംവിധായകൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഉർവശിയുടെ അഭിനയത്തെക്കുറിച്ചോ അവരുടെ ചലച്ചിത്ര നടി എന്നുള്ള നിലയിലുള്ള അവരുടെ പെർഫോമൻസിനെ കുറിച്ചോ നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. മറ്റു പല കാര്യങ്ങളും, അവരുടെ പേഴ്സണൽ ജീവിതം, അതൊക്കെ വേറെ, അതൊന്നും നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ അവാർഡ് ലഭിച്ചപ്പോൾ, ഈ ദേശീയ അവാർഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച സഹനടിക്കുള്ള അവാർഡ് ഉർവശിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ മികച്ച സഹനടനുള്ള അവാർഡ് വിജയരാഘവന് ലഭിച്ചു. ഈ 2 അവാർഡ് കിട്ടിയപ്പോൾ ഉടൻ തന്നെ മാധ്യമപ്രവർത്തകരോട് ഈ ഉർവശി പറഞ്ഞത്, വളരെ സന്തോഷം, വളരെ സന്തോഷം, ഞാൻ ആഹ്ലാദിക്കുന്നു. എനിക്ക് മാത്രമല്ല, കുട്ടേട്ടൻ എന്ന് പറഞ്ഞ വിജയരാഘവനെയാണ്, കുട്ടേട്ടനും ഈ അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു. കാരണം കുട്ടേട്ടൻ ഇത് കിട്ടാൻ അവകാശപ്പെട്ടതാണ്. ഏത് റോളും മനോഹരമായി ചെയ്യുന്ന ആളാണ് കുട്ടേട്ടൻ. എനിക്ക് കിട്ടിയതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഞാൻ വളരെ ഹാപ്പിയാണ് എന്നൊക്കെയാണ് ഉർവശി പറഞ്ഞത്. 2 ദിവസം, ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉർവശി ഇതാ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു. ഇതിനകത്ത് ആരൊക്കെയോ കുത്തിത്തിരിപ്പ് നടത്തിയിരിക്കുന്നു എന്നത് കാണുന്നത് വ്യക്തമാണ്. കാരണം അവർ പറയുന്ന കാര്യത്തിൽ ഒരു ജെനുവിനായിട്ട്, അതായത് എന്തു മാനദണ്ഡം അനുസരിച്ചാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആടുജീവിതത്തെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ആടുജീവിതം എന്ന സിനിമ എന്തിനാണ് ഒഴിവാക്കിയത് എന്ന് ചോദിക്കുകയും അതിനകത്ത് ചില കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആരാണ് അതിനകത്തുള്ള ചില കാര്യങ്ങൾ ഈ ഉർവശിക്ക് പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എന്താണ് എന്ന് കൂടി ഉർവശി വ്യക്തമാക്കേണ്ടതാണ്. ഈ ആടുജീവിതത്തെ ഒഴിവാക്കാൻ കാരണം എന്താണ് എന്നത് ഉർവശി വ്യക്തമാക്കേണ്ടതാണ്. കൃത്യമായിട്ടും ഉർവശി അക്കാര്യത്തിൽ കുത്തിത്തിരിപ്പിന് വിധേയമായിരിക്കുന്നു എന്നാണ്. അപ്പൊ ആ തുടക്കത്തിൽ ഈ കിട്ടിയ അവാർഡിനെ അംഗീകരിക്കുകയും ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും അത് പൊതുജന മധ്യത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അത് പങ്കുവയ്ക്കുകയും ചെയ്ത ഉർവശി 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അവാർഡ് എന്ത് മാനദണ്ഡത്തിലാണെന്ന് എനിക്കറിയണം എന്ന് പറയുമ്പോൾ അവർ ഒന്നുകിൽ ഈ അവാർഡിൽ വിശ്വസിക്കുന്നില്ല, ഈ അവാർഡ് താല്പര്യമില്ല, ഈ അവാർഡ് നിരസിക്കുന്നു എന്ന് പറയണം. അല്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പിൽ വിധേയയായി അവരുടെ ഇപ്പോഴുള്ള ഇമേജ് ഇല്ലാതായി കളയുന്നു. ഇനി ഉർവശിയോട് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇതുപോലെ പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. 2018 എന്ന സിനിമ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. കേരളത്തിലെ പ്രമുഖ ആൾക്കാർ മുഴുവനും, പ്രമുഖരെന്നല്ല, കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ കണ്ട സിനിമയാണ് 2018. കാണാത്തവരുണ്ടായിരിക്കാം.
വളരെ മനോഹരമായിട്ട് നമ്മൾ 2018 പ്രളയത്തെ വിഷയമാക്കിക്കൊണ്ട് എത്ര മനോഹരമായിട്ടാണ് ജൂഡ് ആന്റണി എന്ന് പറയുന്ന സംവിധായകൻ സിനിമയെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഹോളിവുഡ് സംവിധാനങ്ങളോ സാങ്കേതിക വിദ്യകളോ ഒന്നുമില്ലെങ്കിൽ പോലും ആ ഹോളിവുഡ് സിനിമ കാണുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിലെ ചില സാങ്കേതിക എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, ആ സാങ്കേതികതയല്ല അവർ സാധാരണ നമ്മുടെ കപ്പിയും കയറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം ഈ ഹെലികോപ്റ്റർ ഉയർത്തുന്നതും പറത്തുന്നതും ഒക്കെ കാണിച്ചത്, അതൊരു പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അതൊന്നും നമുക്ക് മനസ്സിലാകാതെ പ്രേക്ഷകരെ ഇത്രയും മനോഹരമായിട്ട് ഈ 2018 ആ പ്രളയത്തെ ഇത്ര റിസ്ക് എടുത്ത് മനോഹരമായി ചെയ്ത ഒരു സിനിമ, ആ സിനിമയെ നമ്മുടെ സംസ്ഥാന അവാർഡ് ജൂറി കമ്മിറ്റി ഒഴിവാക്കി എന്ന് മാത്രമല്ല, ഒഴിവാക്കിയെന്ന് മാത്രമല്ല അവഗണിക്കുകയാണ് ചെയ്തത്. ഒഴിവാക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്തോ കാരണം, പക്ഷെ ബോധപൂർവ്വം അവഗണിക്കേണ്ട. കാരണം 2023 ഏറ്റവും നല്ല ജനപ്രിയ സിനിമ തന്നെയായിരുന്നു 2018. പക്ഷേ അതിന് ജനപ്രിയ സിനിമയ്ക്കുള്ള അവാർഡ് കൊടുത്തില്ല. പകരം 2024 റിലീസ് ചെയ്ത പിന്നെ ആടുജീവിതത്തിന് 2023 ജനപ്രിയ സിനിമയായിട്ട് അവാർഡ് കൊടുത്തു. എന്തു ന്യായമാണ് ഉർവശി ചേച്ചി ഈ കാര്യത്തിൽ ഉർവശി ചേച്ചിക്ക് പറയാനുള്ളത്? അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? ആടുജീവിതം ഒഴിവാക്കിയതിൽ ദേശീയ അവാർഡ് കമ്മിറ്റിക്ക് എന്തോ കാര്യമുണ്ട്, അതെനിക്കറിയാമെന്ന് ഉർവശി ചേച്ചി പറയുമ്പോൾ ചേച്ചി ഒന്നും കൂടെ ആലോചിക്കുക. ഈ 2018 എന്ന സിനിമയെ ഒഴിവാക്കിക്കൊണ്ട് 2023 ജനങ്ങൾ മുഴുവനും കണ്ട, തിയേറ്ററുകളിൽ മാസങ്ങളോളം ഓടിയ, ജനപ്രിയമായി ഓടിയ ആ സിനിമയെ ഒഴിവാക്കിക്കൊണ്ട് 2023 തിയേറ്ററിൽ പോലും വരാത്ത, 2024 തിയേറ്ററിൽ വന്ന ആടുജീവിതത്തിലെ ഏറ്റവും നല്ല ജനപ്രിയ സിനിമയായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ എവിടെ പോയി ഈ ഇപ്പോഴത്തെ ഈ ഉർവശി ചേച്ചിയുടെ ഈ ധാർമ്മിക രോക്ഷവും ഈ സിനിമാ സ്നേഹവും ഈ പറയുന്ന അതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനും ചില കാര്യങ്ങളുണ്ടോ എന്നാണ് ചോദിക്കാറുള്ളത്. ചേച്ചിക്ക് അറിയാമോ അതിന്റെ ജൂഡ് ആന്റണി പറഞ്ഞത്? ഇടത്തോട്ട് ചരിഞ്ഞ് ചില കണ്ണടച്ചിരുട്ടാക്കി എന്നാണ് ജൂഡ് ആന്റണി ഈ അവാർഡ് നിർണയത്തെക്കുറിച്ച് 2018 ഒഴിവാക്കിയെ കുറിച്ച് പറഞ്ഞു. മറ്റദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇത് ഒന്നുകിൽ പിന്നെ പറയാനുള്ളത്, ഉർവശി ചേച്ചി ഈ കുത്തിത്തിരിപ്പിന് വിധേയമാകണം. നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ സിനിമയിലെ പെർഫോമൻസ് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, വളരെ മനോഹരമായി അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്, ഒരു നടിയാണ് നിങ്ങൾ പുറത്തു നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിലെ ചില ആൾക്കാർക്ക് എപ്പോഴും ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്ത് ചില പിന്നെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി, വിവാദം ഉണ്ടാക്കിയില്ലെങ്കിൽ ഉറക്കം വരാത്ത ചിലരുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ഇപ്പോൾ വേറെ ഒന്നും നടക്കുന്നില്ല. കേരള സ്റ്റോറി എന്ന സിനിമയുടെ സംവിധായകൻ അവാർഡ് കൊടുത്തതിനെ കുറിച്ച് കുത്തിത്തിരിപ്പ് നടത്താൻ നോക്കി. മുഖ്യമന്ത്രിയെ പോലും, കേരളത്തിലെ സംസ്ഥാന മുഖ്യമന്ത്രിയെ കൊണ്ട് പോലും ആ അവാർഡ് നിർണയം മോശമാണ് അല്ലെങ്കിൽ അവാർഡ് കൊടുത്ത് തെറ്റായി പോയി അതിനെ വിമർശിച്ചുകൊണ്ട് പ്രസ്ഥാനം ഇറക്കിപ്പിച്ചു. പക്ഷെ കേരളത്തിൽ അതൊന്നും കത്തിക്കയറിയില്ല. കാരണം കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയാം. സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള സിനിമ കാണാത്ത ആളാണ് ഈ മുഖ്യമന്ത്രി പോലും. ഈ കേരള സ്റ്റോറി സിനിമ മുഖ്യമന്ത്രി കണ്ടിട്ടില്ല. ഈ കേരള സ്റ്റോറിയെ വിമർശിക്കുന്നവരിൽ 90% അല്ലെങ്കിൽ 98% പേരും ആ സിനിമ കണ്ടിട്ടില്ല. ആ സിനിമ കാണാതെയാണ് അതിനെക്കുറിച്ച് വരുന്ന അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടാണ് സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. സിനിമയെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുമ്പോൾ സിനിമ കണ്ടിട്ട് വേണമെന്നുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാതെയാണ് ഈ കേരള സ്റ്റോറി എന്ന സിനിമയെ വിമർശിക്കുന്നത്. പോട്ടെ, ആ വിഷയം നമ്മൾ എടുക്കുന്നില്ല. ഞാനിപ്പോൾ ഉർവശി ചേച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് ചെന്ന് കൈകടത്തിയിരിക്കുന്നത്. ഒന്നുകിൽ ഉർവശി ചേച്ചി ഈ അവാർഡിനെ അംഗീകരിച്ച് ആദ്യ ദിവസം അവാർഡ് പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഞാൻ വളരെ സന്തോഷിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതിനെ അതിൽ ഉറച്ചു നിൽക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് പോലെ മാനദണ്ഡം പറഞ്ഞാലേ ഞാൻ ഇനി അവാർഡ്, ഇപ്പൊ ചേച്ചി അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, മാനദണ്ഡം എന്താണെന്ന് നിർബന്ധമായും പറയണം എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മാനദണ്ഡം ഈ ജൂറി അംഗമോ മറ്റാരെങ്കിലും പറയുന്നില്ലെങ്കിൽ, ദേശീയ ജൂറി അംഗങ്ങൾ പറയുന്നില്ലെങ്കിൽ എനിക്ക് അവാർഡ് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഉർവശി ചേച്ചി കാണിക്കണം.